സുസാൻസ് വേൾഡ്. അപ്പോൾ ഞാൻ കോൾഡ് ആൻഡ് കഫിൻ്റെ ഹോം റെമഡീസ് ചെയ്തപ്പോൾ ഒരുപാട് പേർ എന്നോട് പറഞ്ഞിരുന്നു കഫിൻ്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുട്ടികൾക്കുണ്ടാവുന്ന ചുമയുടെ മാത്രം ഹോം റെമഡീസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. കുട്ടികൾക്ക് പനിയും ചുമയും ഉണ്ടാവുന്നതൊക്കെ സാധാരണയാണ്. അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഈ പനിയും ചുമയും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുണ്ടാവുന്നതിന്റെ കാരണം പലതായിരിക്കാം. ഒന്നില്ലെങ്കിൽ അത് വൈറസ് ഇൻഫെക്ഷൻ മൂലമായിരിക്കാം, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും പകർന്നത്, അല്ലെങ്കിൽ അലർജി, പൊല്യൂഷൻ, അങ്ങനെ പല കാരണങ്ങളുണ്ട് ചുമയുണ്ടാവാനായിട്ട്. അല്ലെങ്കിൽ പനിയുടെ കൂടെ ഉണ്ടായ ചുമയായേക്കാം. അപ്പോൾ എന്താണെങ്കിലും ചെറിയ ചുമയൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ്. കാരണം പനി ഉണ്ടാവുമ്പോൾ ഉള്ളിലുള്ള മ്യൂക്കസ് ഇളകി പോരാനായിട്ട് ചുമയ്ക്കുന്നത് നല്ലതായിരിക്കും. അതായത് കുട്ടി ചുമയ്ക്കുമ്പോൾ കുട്ടിയുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള ഫ്ലം ഒക്കെ ഇളകി പോരുകയാണ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ അത് വായിൽ കൂടി അല്ലെങ്കിൽ മൂക്കിൽ കൂടി വരും, അല്ലെങ്കിൽ അത് വയറിൽ പോയിട്ട് പൂപ്പിലൂടെ പോകും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്ക് ചുമ ഉണ്ടാവുന്നത്. പക്ഷെ അത് കൂടുവാണെങ്കിലും അല്ലെങ്കിൽ അധികം നാൾ ആ ചുമ നിലനിൽക്കുകയാണെങ്കിലുമാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഹോം റെമഡീസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തൊട്ടേ ചെയ്യണം കേട്ടോ. എന്നാലാണ് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ കോൾഡ് ആൻഡ് കഫ് ഹോം റെമഡീസിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിലാണ് നമ്മളിതൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഹോം റെമഡീസ് ചെയ്തിട്ടും അത് മാറിയില്ലെങ്കിൽ, അതായത് കുട്ടിയുടെ ചുമ കുറച്ച് നാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതായത് അങ്ങനെ നീണ്ടു നിൽക്കുന്ന ചുമ കുട്ടിക്ക് ന്യൂമോണിയ ഉണ്ടാവാൻ വരെ കാരണമായേക്കാം. അപ്പോൾ എന്താണെങ്കിലും കുട്ടിക്ക് കുറച്ച് അധികം നാൾ ചുമ നിന്നാലും ഒരിക്കലും ഹോം റെമഡീസ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. എന്താണെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതുപോലെ തന്നെ കുട്ടിക്ക് പനിയുടെ കൂടെയാണ് ചുമ ഉണ്ടാവുന്നതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതല്ല ചുമ മാത്രമായിട്ട് ഡ്രൈ കഫോ വെറ്റ് കഫോ ആയിക്കോട്ടെ, ചുമ മാത്രമായിട്ടാണെങ്കിൽ ചെറിയ രീതിയിലുള്ളതൊക്കെ നമുക്ക് ഈ ഹോം റെമഡീസ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ചുമ രണ്ട് ടൈപ്പിലാണ് ഉള്ളത്. ഒന്ന് വെറ്റ് കഫും അതുപോലെ തന്നെ ഡ്രൈ കഫും. വെറ്റ് കഫ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ നേസൽ ഏരിയയിലും അതുപോലെ തൊണ്ടയിലും ഒക്കെ ഫ്ലം തങ്ങി നിൽക്കും, അതായത് കഫം. ഡ്രൈ കഫ് എന്ന് പറയുമ്പോൾ ഫ്ലം ഇല്ലാതെയുള്ള ചുമയാണ് ഈ ഡ്രൈ കഫ്. അപ്പോൾ നമ്മളത് എങ്ങനത്തെ ചുമയാണെന്ന് ആദ്യം തന്നെ ഡയഗ്നോസ് ചെയ്യണം. അതായത് കുട്ടിക്ക് വെറ്റ് കഫ് ആണോ ഡ്രൈ കഫ് ആണോ എന്ന്. എന്നിട്ട് അതിനനുസരിച്ച് വേണം ഹോം റെമഡീസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഹോം റെമഡീസ് എന്ന് നോക്കാം. ആദ്യത്തെ ഞാൻ എല്ലാ കാര്യത്തിലും പറയുന്ന പോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. 6 മാസം വരെയുള്ള കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനേക്കാൾ നല്ലൊരു മരുന്നില്ലെന്ന് തന്നെ പറയാം. കാരണം കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും കുട്ടികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് 6 മാസം വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അവർക്കുണ്ടാകുന്ന ചെറിയ ചുമയൊക്കെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുമ്പോൾ തന്നെ മാറിപ്പോയിക്കോളും. അതല്ലാത്തത് മാത്രമാണ് നമ്മൾ ഈ ഹോം റെമഡീസ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടത്. അതെല്ലാം മാറിയില്ലെങ്കിൽ എത്രയും വേഗം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ബ്രസ്റ്റ് മിൽക്കിൽ ഒരുപാട് ആന്റിബോഡീസ് അടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികളുടെ ശരീരത്തിൽ ചെന്ന് അവർക്ക് പനിയോ അല്ലെങ്കിൽ ചുമയോ ഉണ്ടാക്കിയ വൈറസിനെയും ബാക്ടീരിയയൊക്കെ നശിപ്പിക്കുന്നു. അങ്ങനെ കുട്ടികളുടെ ഇൻഫെക്ഷനൊക്കെ വേഗം മാറും. അതുപോലെ തന്നെ 6 മാസം കഴിഞ്ഞുള്ള കുട്ടികളാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിൻ്റെ കൂടെ തന്നെ പ്ലെൻറ്റി ഓഫ് ലിക്വിഡ്സ് കൊടുക്കുക. ഏത് ടൈപ്പിലുള്ള ലിക്വിഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല. അതായത് ജ്യൂസ് ആണെങ്കിലും വെള്ളമാണെങ്കിലും അതുപോലെ തന്നെ സൂപ്പുകളൊക്കെ ആണെങ്കിലും ചിക്കൻ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, ഇതൊക്കെ കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതായത് കുട്ടികളുടെ തൊണ്ട എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതലായിട്ടും ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവരുടെ ത്രോട്ട് എപ്പോഴും നമ്മൾ വെറ്റാക്കി വെക്കണം. അതായത് എപ്പോഴും അവരെ ഫ്ലൂയിഡ് കൊടുത്ത് അവരുടെ തൊണ്ട വെറ്റാക്കി വെക്കണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തൊണ്ടവേദന ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യും. അതുപോലെ ഡ്രൈ കഫിൻ്റെ നമ്പേഴ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അധികമായിട്ട് ബ്രസ്റ്റ് മിൽക്കും വെള്ളവും ഒക്കെ ചെല്ലുന്നത് അവരുടെ ശരീരത്തിലുള്ള വൈറസിനെയും ബാക്ടീരിയയൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിക്കൻ സൂപ്പും വെജിറ്റബിൾ സൂപ്പും ഒക്കെ കുട്ടികൾക്ക് കഫുള്ള സമയത്ത് കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ്. കാരണം കുട്ടികൾക്ക് അധികം വിശപ്പുണ്ടാവില്ല. ആ സമയത്ത് ഈ സൂപ്പൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കുടിച്ചോളും. അപ്പോൾ ഈ ചിക്കൻ സൂപ്പും വെജിറ്റബിൾ സൂപ്പും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഉടനെ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും കുട്ടികളെ ബ്രസ്റ്റ് മിൽക്കോ അതുപോലെ ജ്യൂസോ ഇതുപോലത്തെ സൂപ്പോ ഒക്കെ കൊടുത്ത് വെൽ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. അതുതന്നെ കുട്ടികൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടാനും കുട്ടികളുടെ ചുമ കുറയാനും ഒക്കെ കാരണമാകും. അതുപോലെ ഈ ചിക്കൻ സൂപ്പും വെജിറ്റബിൾ സൂപ്പും ഒക്കെ ഒരു ചെറു ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികളുടെ നെഞ്ചിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ തൊണ്ടയിൽ തങ്ങി നിൽക്കുന്ന മ്യൂക്കസ് ഇളകാനും അത് അലിഞ്ഞു പോകാനായിട്ട് സഹായിക്കും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇനി അടുത്തത് നേസൽ ഡ്രോപ്സ് ആണ്, അതായത് സലൈൻ ഡ്രോപ്സ്. ഇപ്പോൾ കുട്ടികൾക്ക് ചുമ വരുമ്പോൾ പ്രത്യേകമായിട്ടും അത് വെറ്റ് കഫ് ആണെങ്കിൽ കുട്ടികൾക്ക് മൂക്കടയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലോക്ക്ഡ് നോസ് ആണെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഫീഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുട്ടികൾക്ക് ഒരു നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്യാം. സാധാ നേസൽ സലൈൻ ഡ്രോപ്സ് തന്നെ മതിയാവും. നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഒരു സലൈൻ ഡ്രോപ്സ് വാങ്ങി വെച്ചേക്കാം. എന്നിട്ട് ആവശ്യം വരുമ്പോൾ കുട്ടിയുടെ മൂക്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുട്ടിയുടെ ബ്ലോക്ക്ഡ് നോസ് ഓപ്പൺ ആവുകയും കുട്ടികൾക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾ ഫീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ കുട്ടികൾ നന്നായിട്ട് ഫീഡ് ചെയ്തോളും. അവർക്ക് ശ്വാസം മുട്ടുന്നത് കൊണ്ടാണ് അവർ ഫുഡ് കഴിക്കാനോ ഫീഡ് ചെയ്യാനോ ഒക്കെയുള്ള മടി കാണിക്കുന്നത്. ഇനി അടുത്തത് നേസൽ ആസ്പിറേറ്റർ ആണ്. അതായത് കുട്ടികൾക്ക് അധികമായിട്ട് പനിയുടെ കൂടെയാണ് ഈ ചുമയൊക്കെ വരുന്നതെങ്കിൽ
കുട്ടികൾക്ക് നേസൽ ആസ്പിറേറ്റർ ഉപയോഗിച്ച് കുട്ടികളുടെ മൂക്കിൽ നിന്ന് ആ ഫ്ലെം ഒക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മ്യൂക്കസ് എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു ആശ്വാസം കിട്ടും. അതായത് കുട്ടികൾക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുട്ടികൾ വീണ്ടും വീണ്ടും ചുമയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മ്യൂക്കസ് നിറഞ്ഞു നിന്നിട്ടാണ് കുട്ടികളുടെ മൂക്ക് അങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ നേസൽ ആസ്പിറേറ്റർ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാവുന്നതാണ്. തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ തുണിയോ അല്ലെങ്കിൽ കൈയോ ഒക്കെ ഉപയോഗിച്ച് മൂക്ക് അങ്ങനെ പ്രഷർ കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അവരുടെ മൂക്കിനുള്ളിലുള്ള മെംബ്രെയിൻസ് ഒക്കെ വളരെ തിന്നായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ മൂക്കിൽ പ്രഷർ കൊടുക്കുമ്പോൾ കുട്ടികളുടെ മൂക്കിൽ ഇൻഫെക്ഷൻ വരാനും അവരുടെ തൊലി പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സേഫായിട്ട് ഈ നേസൽ ആസ്പിറേറ്റർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ബ്രീത്ത് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ തല അല്പം പൊക്കി വെച്ച് ഉറക്കുന്നത് വളരെ നന്നായിരിക്കും. അതായത് നമ്മൾ കുട്ടികളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം കുട്ടികളെ എടുത്തൊരു തലയണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെഡ്ഷീറ്റോ ഒക്കെ വെച്ച് തല അല്പം പൊക്കി വെച്ച് കിടത്തുക. ചെറുതായിട്ടൊരു 30 ഡിഗ്രിയിലെങ്കിലും പൊക്കി വെച്ചാലും മതിയാകും. അപ്പോൾ കുട്ടികൾക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ കുട്ടികളുടെ മൂക്ക് ബ്ലോക്ക് ആവുകയില്ല. അപ്പോൾ എന്താണേലും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് കുട്ടികളുടെ കഫ് മാറാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് സ്റ്റീമിംഗ് ആണ്. അതായത് നന്നായിട്ട് കുട്ടികളെ ആവി പിടിപ്പിക്കുക. ഈ ആവി പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികളെ നേരെ ആവിയുടെ മുമ്പിൽ കൊണ്ടുപോയെന്ന് ഇരുത്തരുത് കേട്ടോ. കുട്ടികളിൽ നിന്ന് ഒരുപാട് അകലത്ത് വേണം ഈ സ്റ്റീമിംഗ് മെഷീൻ ആണെങ്കിലും വെക്കാനായിട്ട്. അല്ലെങ്കിൽ കുട്ടി ഉറങ്ങിക്കഴിയുമ്പോഴാണെങ്കിലും റൂമിൽ സ്റ്റീം നിറച്ചാലും മതിയാവും. അപ്പോൾ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റീം കിട്ടിക്കോളും. വേണമെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്യുന്ന വെള്ളത്തിൽ തുളസി ഇലയോ പനിക്കൂർക്ക ഇലയോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ സ്റ്റീം ചെയ്യുന്ന വെള്ളത്തിലേക്ക് യൂക്കാലിപ്റ്റസ് ഓയിൽ ഒഴിച്ചാലും വളരെ നന്നായിരിക്കും. ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നത് വഴി കുട്ടികളുടെ നെഞ്ചിലും അതുപോലെ തൊണ്ടയിലും ഒക്കെയുള്ള മ്യൂക്കസ് അലിയുകയും അതുവഴി കുട്ടിക്ക് ചുമയിൽ നിന്നൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളുടെ നോസൊക്കെ ബ്ലോക്കായി ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റീമിങ് ചെയ്യുന്നത് വഴി കുട്ടികളുടെ നോസ് ബ്ലോക്കേജ് ഒക്കെ മാറുകയും കുട്ടിക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് എളുപ്പമാവുകയും ചെയ്യും. ഇനി അടുത്ത റെമഡി നെയ്യ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ചുമയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുട്ടിയുടെ തൊണ്ടയിലൊന്ന് പതിയെ തടവി കൊടുത്താൽ വളരെ നല്ലതാണ്. കാരണം തൊണ്ടയിൽ ഇപ്പോൾ മ്യൂക്കസ് ഒക്കെ തങ്ങി നിൽപ്പുണ്ടെങ്കിൽ അത് അലിഞ്ഞു പോകാനൊക്കെ ഇത് വളരെ നല്ലതാണ്. ചെറുതായിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഒട്ടും പ്രഷർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ നെയ്യും കൊണ്ട് ചെറുതായിട്ട് മസാജ് ചെയ്യുന്നത് കുട്ടികളുടെ തൊണ്ടയിലുള്ള മ്യൂക്കസ് അലിഞ്ഞു പോകാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മസ്റ്റാർഡ് ഓയിൽ മസാജാണ്. അതായത് മസ്റ്റാർഡ് ഓയിൽ ഒരു ഫ്രൈ പാനിൽ എടുത്ത് ചൂടാക്കി അതിലേക്ക് 2-3 വെളുത്തുള്ളിയുടെ അല്ലി ഇടുക. അതൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഓയിൽ അരിച്ചെടുത്തതിന് ശേഷം കുട്ടിയുടെ നെഞ്ചിലും കുട്ടിയുടെ ബാക്കിലും അതുപോലെ കൈവെള്ളയിലും കാൽവെള്ളയിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം കുട്ടിയെ സോക്സ് ഇടിപ്പിച്ച് പുതപ്പിച്ച് കിടത്തുക. അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും കിടത്തുക. ഇങ്ങനെ മസാജ് ചെയ്തിട്ട് സോക്സ് ഒക്കെ ഇട്ട് കിടത്തുന്നത് കുട്ടിയുടെ ഉള്ളിലുള്ള മ്യൂക്കസ് ഒക്കെ അലിഞ്ഞു പോകാനായിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ പനിയുള്ള കുട്ടികളാണെങ്കിൽ എളുപ്പത്തിൽ പനി മാറുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പകലാണ് അത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ കിടത്തിയതിന് ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടിയെ ചെറുതായിട്ടൊരു ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി അടുത്തത് കുട്ടികൾക്ക് നമുക്ക് കഫിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ടർമറിക് മിൽക്കാണ്. ഇതൊരു 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം 1 വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കുട്ടികൾക്ക് ആനിമൽ മിൽക്കൊക്കെ കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികൾക്ക് രാത്രി പാൽ കൊടുക്കുമ്പോൾ ഒരു നുള്ള് മഞ്ഞൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. റെഗുലർലി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 1-2 ദിവസമൊക്കെ മാത്രം അങ്ങനെ ചെയ്യുക. ഇപ്പോൾ കുട്ടിക്ക് കഫ് ഇല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്താൽ കുട്ടിക്ക് കഫൊക്കെ വരാതിരിക്കും. കാരണം ആ മഞ്ഞളിന് ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ദിവസവും ചെയ്യരുതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടർമറിക്ക് കുറച്ച് ചൂടാണ്. അപ്പോൾ ഡെയിലി കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ടർമറിക് മിൽക്ക് കൊടുക്കാൻ പറയുന്നത്. ഒരു ദിവസം ഇടവിട്ട് കൊടുത്താലും പ്രശ്നമില്ല. ഇനി അടുത്ത റെമഡി എന്ന് പറയുന്നത് ജാഗറി കൊണ്ടുള്ളതാണ്. അതായത് പനം കൽക്കണ്ടം കരിപ്പെട്ടി എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്. അതായത് നമുക്കിത് 6 മാസം കഴിഞ്ഞുള്ള കുട്ടികൾക്ക് തൊട്ട് ചെയ്യാൻ സാധിക്കും. അതായത് കുറച്ച് വെള്ളം ചെറുതായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഈ പനം കൽക്കണ്ട് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് അലിയിക്കുക. അതിനുശേഷം അരിച്ചെടുക്കുക. ഈ വെള്ളം ചെറുതായിട്ട് ഒരു ചെറു ചൂടോടുകൂടി കുട്ടികൾക്ക് ഒരു നിപ്പിളിലോ വല്ലോ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് കുട്ടികളുടെ കഫിന് നല്ല ആശ്വാസം കിട്ടാനായിട്ട് സഹായിക്കും, പ്രത്യേകിച്ചും ഡ്രൈ കഫ് ആണെങ്കിൽ. അതുപോലെ കുട്ടിയുടെ റെസ്പിറേറ്ററി ട്രാക്ക് ക്ലീൻ ചെയ്യാനും ഈ വാട്ടർ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഡ്രൈ കഫ് ആണെങ്കിലും വെറ്റ് കഫ് ആണെങ്കിലും നമുക്ക് ഈ ജാഗറി ഹോം റെമഡി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ സമയത്ത് കുട്ടികളുടെ കുറുക്കിലൊക്കെ ഈ പനങ്കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഹോം മെയ്ഡ് കഫ് സിറപ്പാണ്. ഇതിൽ തേൻ വരുന്നത് കൊണ്ട് 1 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം തേൻ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തേനിലുള്ള ചില ബാക്ടീരിയയെ ദഹിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പല ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 വയസ്സിന് ശേഷം മാത്രം കുട്ടികൾക്ക് തേൻ കൊടുക്കുക. അപ്പോൾ ഈ കഫ് സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തുളസിയില നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതിലേക്ക് ഒരു പകുതി നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കുക. അതിലേക്ക് 1 സ്പൂൺ നാരങ്ങയും.
ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുട്ടികൾക്ക് രാവിലെയും വൈകിട്ടും 1/2 സ്പൂൺ വീതം കൊടുക്കുന്നത് കുട്ടികളുടെ ചുമ മാറാനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ എപ്പോഴും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതൊന്നും നല്ലതല്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ചുമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ സിറപ്പ് രാവിലെയും വൈകിട്ടും കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ചുമയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷമൊക്കെ കുറഞ്ഞില്ലെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്താലും മതിയാവും. ഈ തേനിന് ഇൻഫെക്ഷൻസിനോടും അതുപോലെ പനിയോടും ചുമയോടും ഒക്കെ ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ വെറുതെ ആണെങ്കിൽ പോലും 1 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് ചെറുതായിട്ട് ഡെയിലി കുറച്ച് തേൻ കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ പനിയും ചുമയും ഒക്കെ ഉള്ള സമയത്താണ് കുറേശ്ശെ കൊടുക്കുന്നതെങ്കിൽ കുട്ടികളുടെ പനിയും ചുമയും ഒക്കെ മാറാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കഫ് സിറപ്പ് പോലെ തന്നെ കുറച്ച് ഹണി കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഈ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, അതും 1 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്കാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇഞ്ചി നീരും ഈ തേനും കൂടെ മിക്സ് ചെയ്ത് ചുമയുള്ള സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. അതും ചുമ മാറാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തുളസി നീര് ചേർക്കാതെ നാരങ്ങ നീരിൽ മാത്രം ഈ തേൻ ചേർത്ത് കൊടുക്കുന്നതും കുട്ടികളുടെ ചുമ മാറാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് 1 സ്പൂൺ തേൻ എടുത്തിട്ട് അതിലേക്ക് 1 നുള്ള കുരുമുളക് പൊടി ഇടുക. അതിനുശേഷം കുട്ടിക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതും ചുമ മാറാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ ഹണി കോമ്പിനേഷൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗാർലിക് അജുവൈൻ ഹോം റെമഡി. ഞാനിതും കോൾഡ് ആൻഡ് കഫ് റെമഡീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. അതായത് അജുവൈൻ അല്ലെങ്കിൽ അരിമോദകം എടുത്തിട്ട് അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അതിനുശേഷം ഈ മിക്സ് തുണിയിലാക്കി കെട്ടി കുട്ടി കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കുക. അപ്പോൾ രാത്രി തൊട്ട് രാവിലെ വരെ കുട്ടി ഇത് ശ്വസിച്ചോളും. അങ്ങനെ ശ്വസിക്കുന്നത് വഴി കുട്ടിയുടെ ചുമയൊക്കെ മാറാനായിട്ട് അത് വളരെയധികം സഹായിക്കും. കാരണം ഈ അരിമോദകത്തിന് വൈറസിനെയും ബാക്ടീരിയയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഡേ ടൈമിലാണെങ്കിൽ നിങ്ങൾ പതിയെ ആ കിഴിയെടുത്ത് കുട്ടിയെ മണപ്പിച്ച് കൊടുത്താലും അത് വളരെയധികം നല്ലതാണ്. അല്ലെങ്കിൽ കുട്ടി എവിടെയാണോ അവിടെ ഈ കിഴി വെച്ചേക്കുക. അപ്പോൾ റൂമിലാകെ അതിൻ്റെ മണം ചെറുതായിട്ടൊന്ന് പരക്കും. അത് ശ്വസിക്കുന്നതുമൊക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. പിന്നെ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ കഫിന് ഉപയോഗിക്കാൻ പറ്റുന്നത് വിക്സ് വേപ്പർ റബ്ബാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, വിക്സ് വേപ്പർ റബ്ബ് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ബേബി വിക്സ് വേപ്പർ റബ്ബ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനും താല്പര്യമില്ലെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഒരു ഹോം മെയ്ഡ് വിക്സ് വേപ്പർ റബ്ബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഉടനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ഹോം മെയ്ഡ് വേപ്പർ റബ്ബോ അല്ലെങ്കിൽ ബേബി വിക്സ് വേപ്പർ റബ്ബോ എടുത്തിട്ട് നെഞ്ചിലും പുറത്തും അതുപോലെ കൈവെള്ളയിലും കാൽവെള്ളയിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്യുന്ന അവരുടെ മ്യൂക്കസ് അലിഞ്ഞു പോകാനും അതുപോലെ തന്നെ അവർക്ക് ചുമയിൽ നിന്ന് നല്ല ആശ്വാസം കിട്ടാനും സഹായിക്കും. ഈ റെമഡിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചുമയുടെയൊക്കെ തുടക്കത്തിൽ വേണം ഈ ഹോം റെമഡീസ് ഒക്കെ ചെയ്യാനായിട്ട്. ചുമ കുറച്ച് കൂടി പോവുക അല്ലെങ്കിൽ 3, 4, 5 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചുമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോം റെമഡീസ് ചെയ്യരുത്. എന്താണെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കാരണം ഈ ചുമ ന്യൂമോണിയൊക്കെ ആയിട്ട് മാറാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അത് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഏജ് അനുസരിച്ച് ചെയ്യുക. അതായത് ഇപ്പോൾ ഹണി 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. അതുപോലെ സ്റ്റീമിംഗ് ആണെങ്കിലും 6 മാസത്തിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ മൈൽഡായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് ഏജ് വൈസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രമേ ഈ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ പറയാത്ത എന്തെങ്കിലും റെമഡീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേക്കുക. അപ്പോൾ അത് മറ്റുള്ള അമ്മമാർക്ക് ഉപകാരപ്രദമാകുമല്ലോ. അപ്പോൾ എന്താണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.